നമസ്തേ. നാട്ടുവരമ്പിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. കോവിഡ് കാലം നമുക്ക് നഷ്ടങ്ങളുടെ കാലമായിരുന്നു എങ്കിലും നമ്മുടെ കാർഷിക മേഖലയ്ക്ക് അത് കുറച്ചൊക്കെ നേട്ടങ്ങളും സമ്മാനിച്ചു. അക്കാലത്ത് ധാരാളം പേർ കൃഷിയിലേക്ക് കടന്നു വന്നു. അവരിൽ പലരും ഇന്നും മുടങ്ങാതെ കൃഷി ചെയ്തു വരുന്നു. അത്തരത്തിൽ കോവിഡ് കാലം പകർന്നു നൽകിയ ആത്മധൈര്യം കൈമുതലാക്കിക്കൊണ്ട് ജൈവ കൃഷിയിലേക്ക് കടന്നു വന്നവരാണ് രാജഗോപാലൻ നായർ വിജയകുമാരി ദമ്പതികൾ. 3 സെന്റിലൊതുങ്ങുന്ന മട്ടുപ്പാവിലാണ് ഇവരുടെ കാർഷിക പരീക്ഷണങ്ങൾ. ഗ്രോ ബാഗുകളിൽ മണ്ണ് താഴെ നിന്ന് ഒറ്റയ്ക്ക് ഞാൻ എടുത്തുകൊണ്ടുവന്ന് ഞാനും എൻ്റെ ഭാര്യയായിട്ട് ഇവിടെ ഇത്രയും കൃഷി ചെയ്ത് പല വിധത്തിലുള്ള കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 സെന്റിൽ 3 നിലയാണ് വെച്ചിരിക്കുന്നത്. കാരണം സ്ഥലപരിമിതി കുറവായതുകൊണ്ടാണ് മേളിൽ വെച്ചത്. ബാക്കിൽ എനിക്ക് 2 സൈഡും സ്ഥലമില്ല. ഞങ്ങൾ 2019 കൊറോണയോടുകൂടിയാണ് ഇത് ആരംഭിച്ചതെന്ന് വെച്ചാൽ അന്ന് ജോലിക്ക് പോകണ്ടായിരുന്നു. ഹസ്ബൻഡിന് വണ്ടി ഓടാൻ പോകാൻ ഒക്കില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് മണ്ണൊക്കെ റോഡിലൊക്കെ ഇട്ടേക്കണ മണ്ണാണ്. ഹസ്ബൻഡാണ് മണ്ണത്രയും കൊണ്ട് മുകളിൽ കയറിയത്. അന്ന് തുടങ്ങിയതാണ്. കോപ്പറേറ്റീവ് പോയി ഗ്രോ ബാഗുകൾ വാങ്ങിച്ചു വന്ന് ചെറിയ ചെറിയ പച്ചക്കറികൾ വെച്ച് വീട്ടാവശ്യത്തിന് എടുത്തുകൊണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ കുറേയൊക്കെ പുറത്തൊക്കെ കൊടുക്കുമായിരുന്നു. അതിനുശേഷം നോക്കിയപ്പോൾ ഇത് ഞങ്ങൾക്കൊരു ടൈം പാസ്സായി. നല്ലൊരു ഇത് വൈകുന്നേരം 4 മണിക്ക് ഞങ്ങൾ ഇതിൻ്റെ മേളിൽ കയറിയാൽ 7 മണി വരെ നിൽക്കും. രാവിലെ 2 മണിക്കൂർ ഞാൻ ഇതിൻ്റെ മേളിൽ ഞാൻ നിൽക്കും. വൈകുന്നേരം ഞാനും വൈഫും കൂടെയാണ് ഇതെല്ലാം പച്ചക്കറി പറിക്കുന്നതും ഇത് അതിലുള്ള വളങ്ങൾ ഉപയോഗിക്കുന്നതും എല്ലാം. തുടങ്ങുന്നത് ടെറസിന് കേടുകൂടാതിരിക്കാൻ വേണ്ടി ഞാൻ എല്ലാത്തിലും 5 ചിരട്ട വീതം വെച്ചാണ് ഓരോ ഗ്രോ ബാഗും വച്ചിരിക്കുന്നത്. കാരണം ഇതിൽ വെള്ളം നിന്ന് എൻ്റെ വീട്ടിൻ്റെ ഈ ടെറസിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ 5 ഇത് വെച്ചാണ് ഓരോ ഗ്രോ ബാഗും ഞാൻ വച്ചിരിക്കുന്നത്. ഒരു തുള്ളി വെള്ളം പോലും ഇവിടെ കെട്ടി നിൽക്കാത്ത രീതിയിൽ ഞാൻ ദിവസവും അത് വൈപ്പറിട്ട് വടിച്ച് ഞാൻ താഴെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു തുള്ളി വെള്ളം പോലും ഇവിടെ കെട്ടി നിൽക്കുക ഇതിൻ്റെ ടെറസിന് കേടുപാട് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. തിരുവനന്തപുരം സിറ്റിയിൽ ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന കൂട്ടത്തിലാണ്. അതിൻ്റെ ഇടയിൽ ഒന്നാണ് ഈ ജോലി. രാവിലെ പോകുന്നതിന് മുമ്പ് ഈ ജോലി തീർത്തിട്ട് പോകും. ഇതിനിടയ്ക്ക് മഴ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വെറിയാണെങ്കിൽ ഉച്ചയ്ക്ക് വന്ന് ഞാൻ വന്ന് നോക്കും. ഇവിടെ വന്ന് രാവിലെ കയറാൻ പറ്റിയില്ലെങ്കിൽ ഉച്ചയ്ക്ക് വന്ന് നോക്കി. ഞാൻ ഈ ജോലി തിരക്കിൻ്റെ ഓട്ടോറിക്ഷ ഓടിക്കുന്നതാണെങ്കിലും ഇതാണ് എനിക്ക് മെയിനായിട്ടുള്ളൊരു ജോലിയായിട്ട് ഞാൻ കണക്കാക്കിയിരിക്കണം. ടെറസിൽ ട്രമ്മിൽ നട്ടിരിക്കുന്ന ചേനയാണിത്. ഒരുപാട് ഞങ്ങൾ ഇതിൻ്റെ കൃഷി എടുത്തായിരുന്നു. ഇപ്പോഴീ കഴിഞ്ഞ ഓണത്തിനും എടുത്ത് ഇനി ഇപ്രാവശ്യം എടുക്കാനായിട്ട് ഓണത്തിന് എടുക്കാൻ വേണ്ടിയാണ് നിർത്തിയിരിക്കുന്നത്. ഇത് നല്ലതായിട്ട് വരുന്നുണ്ട്. ഇതിൽ കാരണം വെച്ചാൽ വേറെ വളങ്ങളൊന്നുമില്ല. വെറും ചാണകവും പച്ചക്കറിയുടെ വേസ്റ്റുമാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഈ ട്രമ്മ് 200 ലിറ്റർ ട്രമ്മ് 2ആയിട്ട് കട്ട് ചെയ്ത് ഞാൻ 2 പീസായിട്ടാണ് 2 സ്ഥലത്ത് വച്ചിരിക്കുന്നത്. ഇത് ഓയിൽ ട്രം ആയതുകൊണ്ട് ഒരിക്കലും കേടുവരില്ല. മെറ്റൽ ട്രം അല്ല, പ്ലാസ്റ്റിക് ട്രം ആയതുകൊണ്ട് വളരെയധികം കാലം ഇതിപ്പോൾ തന്നെ 3-4 കൊല്ലത്തോളം ആയി. നാടൻ തക്കാളിയാണ്. നല്ലവണ്ണം മാംസം ഇതുള്ള ചതയുള്ള തക്കാളിയാണ്. മറ്റേ തൊലി കട്ടിയില്ലാത്തതാണ്.
നല്ല പുളിപ്പുള്ള സാധനമാണ് ഈ തക്കാളി. കാരണം മറ്റുള്ള കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെ പോലെ മധുരമുള്ള സാധനമല്ല, നല്ല പുളിപ്പാണ്, നല്ല തൊലിക്കട്ടിയാണ്. ഒരു തക്കാളി കൊണ്ട് തന്നെ നമുക്ക് ഒരു ദിവസത്തേക്ക് ഒരു വീട്ടിലെ കാര്യം മതിയാകും. സാമ്പാർ വയ്ക്കാനാണെങ്കിലും രസം വയ്ക്കാനാണെങ്കിലും എപ്പോഴും കിട്ടും ഈ തക്കാളി. കാരണം അത്ര കട്ടിയുള്ള തക്കാളിയാണിത്. മാംസം കൂടുതലാണ് ഈ തക്കാളിക്ക്. മഞ്ഞളാണിത്. ഈ മഞ്ഞളെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എല്ലാ വർഷവും ഇനിയിപ്പോൾ ഈ 2 മാസം കഴിയുമ്പോഴത്തേക്ക് ഇത് എല്ലാം പട്ട് കഴിഞ്ഞാൽ ഇത് എടുത്തിട്ട് ഞാൻ ഉണക്കി എടുത്താണ് വീട്ടിൽ ഉപയോഗിക്കുന്നത്. ഏതാണ്ട് 4-5 കൊല്ലമായിട്ട് ഈ മഞ്ഞൾ തന്നെ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഒരു 2-3 വിത്ത് മാത്രമേ ഇടുന്നുള്ളൂ. അതാണ് കംപ്ലീറ്റ് കിടന്ന് ഇപ്പം ഇത് പൊടിച്ച് ഇത്രയും ആയിരിക്കുന്നത്. ഇതിന് വേറെ വളമൊന്നുമില്ല, ചാണകം മാത്രമേ ഉള്ളൂ. ചാണകം, ഗോമൂത്രം മാസത്തിൽ ഒഴിക്കാവൂ. കാരണം ചൂടായതുകൊണ്ട് ഗോമൂത്രം അങ്ങനെ ഒഴിക്കുള്ളൂ. നല്ല രീതിയിൽ കിട്ടുന്നൊരു സാധനമാണ് ഇത് മഞ്ഞൾ. വളം ചാണകം, ഫ്രഷ് ചാണകമുണ്ട്, ചാണകപ്പൊടി വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ എള്ളുപൊടി, വേപ്പൻ പിണ്ണാക്ക്, ഈ കടലപ്പിണ്ണാക്ക്. ഇങ്ങനെയുള്ള വളങ്ങളേ ഉള്ളൂ, അല്ല വേറെ ഒരു വളവും ഇടണം. പിന്നെ ഇതിന് പുറമേ എന്ന് പറഞ്ഞാൽ വീട്ടിലെ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നുണ്ട് ഇതിനൊടുക്കാൻ. പിന്നെ കോമൂത്രം, പശുവിൻ്റെ കോമൂത്രം എടുക്കുന്നുണ്ട്, പാല് മേടിക്കുന്നിടത്തുനിന്ന് കോമൂത്രം മേടിച്ച് ഉപയോഗിക്കുന്നു. ഇതൊക്കെ എല്ലാം വേറെ ഒരു ഇതായിട്ടുള്ള ഇതുമില്ല. കൃഷി ആദ്യം തുടങ്ങിയ വെണ്ട, കത്തിരി, പടവലം, പാവയ്ക്ക, വഴുതലങ്ങ, പച്ചമുളക്, ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ കിട്ടും, കിട്ടാത്ത പോകും. എന്നാലും ഞാൻ ഇതുവരെ മടിച്ചില്ല. ഇതിലേക്കുള്ള മുഴുവൻ പച്ചക്കറി ഇവിടുന്ന് തന്നെ എടുക്കാം. കാരണം അങ്ങനെയുള്ള പച്ചക്കറികൾ ഇപ്പോൾ ചോരം വയ്ക്കാനാണെങ്കിലും അവിയൽ വയ്ക്കാനാണെങ്കിലും സാമ്പാർ വയ്ക്കാനാണെങ്കിലും ഇവിടുന്ന് കിട്ടുന്ന പച്ചക്കറിയിലുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ. പുറത്തുനിന്നൊന്നും വാങ്ങുന്ന പരിപാടിയില്ല ഇപ്പം. പിന്നെ എന്തെങ്കിലും വേറെ ഏത്ത വാഴയ്ക്ക ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങാനുള്ള പരിപാടിയുള്ളൂ. ഞങ്ങൾക്കത് വളരെ ഒരു സന്തോഷമാണ്. കാരണം ഞാൻ അംഗൻവാടി ടീച്ചറാണ്. ഞങ്ങൾ വന്നു കഴിഞ്ഞ് ചായയും കുടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ 4:30-ക്ക് കയറി കഴിഞ്ഞാൽ 6:45-7 മണിയാവും ഞങ്ങൾ താഴെ പോകും. ഞങ്ങൾ അത്രയും നേരം ഒന്നും അറിയണില്ല. എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഞങ്ങളത് അറിയണില്ല. അത്ര സന്തോഷമാണ് ഞങ്ങൾക്കത്. ഇതിപ്പം നിർത്താൻ ഞങ്ങൾക്ക് തോന്നണില്ല. എപ്പോഴും നമ്മൾ വിചാരിക്കും ഇങ്ങനെ പ്രായമായി വരുംതോറും ഇത്രയും മുകളിൽ കയറി വരാനുള്ള ഒരു ബുദ്ധിമുട്ട്. അതാണ് ഹസ്ബൻഡ് ആയാലും അങ്ങനെ തന്നെ. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ്. ഹസ്ബൻഡാണ് ഈ മണ്ണ് അത്ര ഇതിൻ്റെ മുകളിൽ കൊണ്ടുവന്നതും ഒക്കെ. അത് ഞങ്ങൾക്കൊരു വലിയ സന്തോഷം. ഇത് നിർത്താതെ അങ്ങോട്ട് മുന്നോട്ട് തന്നെ കൊണ്ടുപോകണമെന്നാണ്. ഞങ്ങളുടെ ഈ റെസിഡൻറ്റ് അസോസിയേഷൻ്റെ ഒരു അഭിമാനമാണ് നമ്മുടെ രാജഗോപാൽ സാറും ഭാര്യ വിജിയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഓട്ടോറിക്ഷ തൊഴിലാളിയാണെങ്കിൽ പോലും കൃഷിയെ വളരെയേറെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. വിജി ചേട്ടനും രാജൻ ചേട്ടനും ഞങ്ങളുടെയൊക്കെ ഒരു എന്താ പറയണ ഓരോ അഭിമാനം എന്ന് തന്നെ പറയാം. ഇവർ ശരിക്കും പറഞ്ഞ ഒരു മാതൃകയാണ്. ശരിക്കും നമുക്ക് കുറച്ച് സ്ഥലമുള്ള എല്ലാവർക്കും ഇവരെ കണ്ടു പഠിക്കാമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പോൾ സിറ്റിക്കുള്ളിൽ സ്ഥലം വളരെ കുറവാണ്. ആ ഉള്ള സ്ഥലത്ത് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള അത്രയും പച്ചക്കറികൾ ഉണ്ടാക്കാനും അത് ഉപയോഗിക്കാനും പറ്റുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. ഞങ്ങളുടെ റെസിഡൻസിന് തന്നെ ഇതൊരു വലിയ മാതൃകയാണ്. മട്ടുപ്പാവുകൾ മേൽക്കൂര പണിത് സുരക്ഷിതമാക്കുന്ന മലയാളി മട്ടുപ്പാവിലെ കൃഷിയുടെ പ്രാധാന്യം ശരിക്കും മറക്കുകയാണ്. രാജഗോപാലൻ നായരും വിജയകുമാരിയും തങ്ങളുടെ മട്ടുപ്പാവ് നല്ലൊരു കൃഷിയിടമായി എക്കാലവും നിലനിർത്താൻ ശ്രമിക്കുന്നു. സമ്പൂർണമായും ജൈവ രീതിയിലാണ് ഇവർ കൃഷി ചെയ്യുന്നത്. ഇത് നാടൻ പയറാണ്. നല്ലവണ്ണം ഉണ്ടാവും. നമ്മളിതിനെ ചാണകപ്പൊടി, പിന്നെ വേപ്പൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ കഞ്ഞിവെള്ളം 2-3 ദിവസം വച്ചിരുന്നിട്ട് അത് ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഇതിന് ഉറുമ്പ് ശല്യം ആണ് ഇതിൻ്റെ പ്രധാന അത് മുഞ്ഞ കൊണ്ടുവരും. വേപ്പെണ്ണ മിശ്രിത, അതായത് വേപ്പെണ്ണ 5 ml എടുത്തിട്ട് അതിൻ്റെ കൂടെ സോപ്പ് ലിക്വിഡ് ഒഴിച്ച് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്താണ് അടിച്ചു കൊടുക്കാറുള്ളത്.
ഇതൊക്കെ തന്നെ വെച്ച് തോരനും മെഴുക്കുവരട്ടി എല്ലാം ചെയ്യണത്. പിന്നെ നമ്മൾ ഏത്തക്ക അങ്ങനെയുള്ളതൊക്കെ മാത്രമേ വാങ്ങിക്കാറുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് തന്നെ. മെഴുക്ക് വരട്ടാനാണെങ്കിലും കത്തിരിക്കയാണെങ്കിലും എല്ലാം നമ്മൾ ചെയ്ത് നമുക്കത് കിട്ടുമ്പോഴത്തേക്കും വളരെ ഒരു സന്തോഷമാണ് നമ്മളെ മനസ്സിനായാലും. ഞങ്ങൾ ഷീറ്റ് അടിക്കാത്ത ഒറ്റ കാര്യങ്ങൾ ഇതിനെ താഴെ താമസിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് നല്ല തണുപ്പാണെന്നുള്ളതാണ് ഇവിടുത്തെ ഈ പച്ചക്കറിയുടെ ഇതുകൊണ്ട്. കാരണം വെള്ളം 2 നേരം വെള്ളം ഒഴിക്കുന്നുണ്ട്, വൃത്തിയുണ്ട്. ഞാൻ എപ്പോഴും കളിയാക്കുമായിരുന്നു, മട്ടുപ്പാവ് കൃഷി ചെയ്ത് എങ്ങനെ, ഞങ്ങൾക്കൊന്നും ഇത് പറ്റുന്നില്ലല്ലോ. പക്ഷേ എൻ്റെ വീട്ടിൽ പറ്റാത്തത് എന്താണെന്ന് വെച്ചാൽ ടിൻ ഷീറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇതുപോലെ വെയിൽ കിട്ടില്ല. മണ്ണ് ഞങ്ങൾ കുമ്മായമായിട്ട് ട്രീറ്റ് ചെയ്ത് 15 ദിവസം ഇട്ടേക്കും. ചെറുതായിട്ട് വെള്ളം തളിച്ച് ഇട്ടേക്കും. 15 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളത് ഗ്രോ ബാഗിൽ നിറയ്ക്കണത്. ഇത് ചാണാപ്പൊടി, വേപ്പ പിണ്ണാക്ക്, പിന്നെ എല്ലുപൊടി ഇതെല്ലാം ചേർത്താണ്, പിന്നെ ഇത് ചകിരിച്ചോറ് ഇതൊക്കെ ചേർത്താണ് ഞങ്ങൾ വിത്ത് നടണത്. വിത്ത് പാകി അത് മുളച്ച് വരുമ്പോഴത്തേക്കും ഒരു 3 ഇല 4 ഇല പ്രായമാകുമ്പോഴത്തേക്കും മാറ്റി നട്ടാണ് ഞങ്ങൾ ചെയ്യണത്. ചെറിയ കുഴിയെടുത്ത് നടണതിന് മുന്നേ ഒന്നേ സൂഡോമോണസ് അല്ലെങ്കിൽ വാം ഇതിലേതെങ്കിലും ഒന്ന് ഇട്ടിട്ട് ചെടി നടുക. ചെടി നട്ട് 5-6 ദിവസം വെയിലത്ത് വയ്ക്കരുത്, മാറ്റി വയ്ക്കണം തണലത്ത്. അതിനുശേഷം 1-2 ഇല വന്നതിന് ശേഷം വെയിലത്തോട്ട് വയ്ക്കുക. വച്ചതിന് ശേഷം നമ്മൾ ചാണാപ്പൊടി, വേപ്പൻ പിണ്ണാക്ക്, എല്ലുപൊടി ഇതെല്ലാം ഇട്ട് കൊടുക്കാം. 10 ദിവസം കൂടുമ്പോഴത്തേക്കും വളം ഇട്ട് കൊടുക്കും. പിന്നെ അതിന് പുറമെയാണ് കഞ്ഞിവെള്ളം പുളിപ്പിച്ച് അതിൽ ശർക്കരയും ചേർത്ത് വച്ച് 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കും അത് ഒഴിച്ചു കൊടുക്കും. മൂട്ടിലൊഴിച്ചു കൊടുക്കും. വേലയിലും ഒക്കെ തളിച്ചു കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പച്ചക്കറി വേസ്റ്റ്, തേയില ഇത് വേസ്റ്റ്, ഇത് മുട്ടത്തോട് ഇതെല്ലാം ഇതിൻ്റെ മൂട്ടിൽ കൊണ്ടിടും. പിന്നെ ഇപ്പം മഴ സമയമായതുകൊണ്ടാണ് ഉണക്കാൻ പറ്റാത്തത്. അല്ലെങ്കിൽ പഴത്തൊലി, ഈ മുട്ടത്തോട്, തേയിലച്ചണ്ടി ഇതെല്ലാം വൃത്തി ഉണക്കിയതിന് ശേഷം മിക്സിയിൽ പൊടിച്ചിട്ട് ടൊമാറ്റോയുടെ മൂട്ടിലും എല്ലാത്തിൻ്റെയും മൂട്ടിലും ഇട്ട് കൊടുക്കും. കീടങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും പുളിച്ച കഞ്ഞിവെള്ളം 2-3 ദിവസം വച്ചിരുന്നിട്ട് പുളിച്ച കഞ്ഞിവെള്ളത്തിനകത്ത് വേപ്പെണ്ണ, സോപ്പ് ലായനി അതായത് ലിക്വിഡ് അതും കൂടെ ചേർത്ത് എല്ലാത്തിനും അടിക്കും. വെളിയിൽ നിന്നുള്ള ഒരൊറ്റ പെസ്റ്റിസൈഡ് ഇവിടെ ഇല്ല. എന്നിട്ടും കാര്യങ്ങളൊക്കെ നന്നായി നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്കത് ചെയ്തുകൂടെ വീട്ടിൽ? കുറച്ച് സമയം ഉള്ള സമയം സ്ഥലവും ഉള്ള സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു സൺഡേ 1 മണിക്കൂർ 2 മണിക്കൂർ ഏറ്റെടുത്താൽ ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പച്ചച്ചാണകം ഇവിടെ അടുത്തൊരു വീട്ടിൽ നിന്ന് പച്ചച്ചാണകം, ഗോമൂത്രമാണ് നമ്മൾ നേർപ്പിച്ച് കീരയ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്കണത്. അതൊക്കെ നമ്മൾ തളിക്കാറുണ്ട്. വലിയ കീടങ്ങളൊന്നും ഇല്ല. പിന്നെ പാവയ്ക്കയും അങ്ങനെയൊക്കെ ഉള്ളതിനെയാണ് പുഴു.
വേസ്റ്റ് ഇട്ട് നമ്മൾ വളം ഉണ്ടാക്കാറുണ്ട്. കാരണം കുറച്ച് ഈ പച്ചക്കറി വേസ്റ്റ് ഒരു പാത്രത്തിനകത്ത് ഇട്ട് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് മണ്ണിട്ട് വെച്ച് ഒരു 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലവണ്ണം പൊടിഞ്ഞ് നമുക്ക് കിട്ടാറുണ്ട്. അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അതിൻ്റെ മൂട്ടിൽ ഇട്ട് കൊടുക്കും. ഇങ്ങനെയൊക്കെ തന്നെ, അല്ലാതെ ഒന്നും അങ്ങനെ വലുതായിട്ടൊന്നും വളം വാങ്ങിക്കാറില്ല. പിന്നെ അടുത്ത് പാല് കൊണ്ടുവരുന്ന ഒരു വീട്ടിൽ നിന്ന് പച്ച ചാണകം എടുത്ത് വയ്ക്കും. അത് നമ്മൾ കലക്കി ഒഴിച്ചു കൊടുക്കാറുണ്ട്. പച്ചക്കറികളുടെ ഇടയിൽ ഇങ്ങനെ ജമന്തി പോലെയുള്ള മഞ്ഞ നിറമുള്ള പൂക്കൾ നമ്മൾ വച്ച് പിടിപ്പിക്കുന്നതിനെന്ന് വെച്ചാൽ കീടങ്ങളെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ്. പിന്നെ അത് മാത്രമല്ല, പൂമ്പാറ്റ അങ്ങനെയുള്ള ആകുമ്പോൾ നമ്മുടെ ചെടികളിലുണ്ടാകുന്ന പൂക്കളിൽ പരാഗണം നടക്കാനും ഒക്കെ വേണ്ടിയാണ് നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് കൃഷിയുടെ പച്ചക്കറികളുടെ ഇടയിൽ നട്ടു കൊടുക്കുന്നത്. സ്വന്തമായിട്ട് കൃഷി ചെയ്ത് 2 പയർ പറിക്കുമ്പോഴായാലും നമുക്കത് കിട്ടുമ്പോഴത്തേക്കും വളരെ സന്തോഷമാണ്. നമ്മൾ ഒരു പ്രയാസങ്ങൾ നമ്മൾ അറിയണില്ല സത്യം പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ. ഇവർ രണ്ടുപേരും നിരന്തരം കൃഷിയുമായി ബന്ധപ്പെട്ട് അവർ അതിൻ്റെ കൂടെ തന്നെയാണ് എപ്പോഴും നിൽക്കുന്നത്. ഏത് സമയം നോക്കിയിരുന്നാലും അദ്ദേഹം ഓട്ടോറിക്ഷ ഓടിച്ചു വന്നാൽ രാവിലെ ആണെങ്കിലും ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകുന്നതിന് മുമ്പ് ആദ്യം സ്വന്തം മക്കളെക്കാട്ടി കൂടുതലായിട്ട് കൃഷിയെ സ്നേഹിക്കുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഭാര്യ വിജി, അവർ ഒരു ടീച്ചറാണ്, അംഗനവാടി ടീച്ചറാണ്. പക്ഷേ എന്നിരുന്നാലും അവരും ഭർത്താവിനോടൊപ്പം തന്നെ ഇതിനെല്ലാം സപ്പോർട്ടാണ്. പച്ചക്കറികൾക്ക് പുറമെ ഔഷധ സസ്യങ്ങളും രാജഗോപാലൻ നായർ വിജയകുമാരി ദമ്പതികൾ മട്ടുപ്പാവിൽ നട്ടുവളർത്തുന്നു. പുതുതലമുറയെ വിഷം കലർന്ന ഭക്ഷ്യസംസ്കാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ ഇനി ഒരു വഴിയേ ഉള്ളൂ. ഇതുപോലെ അവരവർക്കാവശ്യമുള്ള പച്ചക്കറികൾ അവരവരുടെ വീടുകളിൽ തന്നെ കൃഷി ചെയ്യുക. എൻ്റെ ഭാര്യ അംഗൻവാടി ടീച്ചറാണ്. രാവിലെ വരാൻ സമയമുള്ള രാവിലെ വരും, വൈകുന്നേരം 4 മണി മുതൽ എന്നോടൊപ്പം വന്ന് നിന്ന് ഇതെല്ലാത്തിനുമുള്ള നല്ല പൂർണ്ണ പിന്തുണയാണ് എൻ്റെ ഭാര്യ തന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നത് ക്യാൻസർ. അതിന് റീസണും ഈ കിട്ടുന്ന ഈ പിന്നെ എല്ലാം കൂടെ എന്താ പറയണേ, പെസ്റ്റിസൈഡ് അടിച്ച് കയറ്റിയ കുറേ പച്ചക്കറികളാണ്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ചെയ്യുന്ന ഇത് എന്ത് വലിയ കാര്യമാണ്. നമുക്ക് വീട്ടിൽ ഓർഗാനിക്കായിട്ട് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്തിനാണ് വെറുതെ പൈസ കൊടുത്ത് വെളിയിൽ പോയി ഈ ഓർഗാനിക്, അതും എന്തോ സാധാരണ 100 രൂപയാണെങ്കിൽ അവർ 200 രൂപയ്ക്കാണ് ഓർഗാനിക് വെജിറ്റബിൾസ് പിന്നെ അവർ വിൽക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിൽ ചെയ്തുകൂടെ ഇത്? ഇത്രയും വിജയമായി ഇദ്ദേഹം ഇത് കൊണ്ടുപോകുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് എല്ലാം അത്ഭുതം തോന്നാറുണ്ട്. കാരണം ഇതിനെക്കാട്ടി കൂടുതൽ സ്ഥലങ്ങളുള്ളവർ പോലും ഈ കൃഷിയിലോട്ട് വരുന്നില്ല. കൃഷി എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന മരുന്നുള്ള അടിച്ചിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനെക്കാട്ടി ഒരു കരിയാപ്പില ആയിരുന്നാലും ഒരു പച്ചമുളകായിരുന്നാലും എന്തായിരുന്നാലും നമ്മുടെ വീട്ടിൽ നിന്നെടുത്ത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്, അതിൻ്റെ രുചി ഒന്ന് വേറെയാണ്. നമുക്ക് വളരെ സത്യസന്ധമായി ഉപയോഗിക്കാൻ പറ്റും. ചെറിയ രീതിയിലുള്ള മെഡിസിൻ ആയുർവേദ ചെടികളുണ്ട്.
പുതിന, കറ്റാർവാഴ, തുളസി, ഇതൊക്കെ. തുളസി നമുക്ക് അറിയാമല്ലോ, എല്ലാ ജലദോഷം വന്നാലും ആയാലും പനി വന്നാലും ആയാലും കരിപ്പട്ടി കാപ്പി ഇട്ട് കുടിക്കാം. അതേപോലെ തന്നെ പുതിന നമുക്ക് ചമ്മന്തി അരയ്ക്കാം, എല്ലാത്തിനും പുതിന ഉപയോഗിക്കാം. കട്ടൻ്റെ കൂടെ ദഹനത്തിനും ഒക്കെ നല്ലതാണ് പുതിന. പിന്നെ കറ്റാർവാഴ നമുക്ക് തലയിൽ തേക്കാം, മുഖത്ത് തേക്കാം, അതിനൊക്കെ ഏറ്റവും നല്ലതാണ്. നമ്മൾ വെളിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനെയും കാട്ടി ഏറ്റവും നല്ലതാണ്. വെളിച്ചെണ്ണ കാച്ചാം, കറ്റാർവാഴ, ഇതിനെല്ലാം നമുക്ക് ഉപയോഗിക്കാം. ഇനിയെങ്കിലും നമ്മൾ മുന്നോട്ട് പോയി ഈ കൃഷിയിലോട്ട് വരിക, നമ്മളെ കുഞ്ഞുങ്ങളെയും ഈ കൃഷിയിലോട്ട് വരാനായിട്ട് പ്രേരിപ്പിക്കുക. ഇതുപോലെ തന്നെ കോഴി, താറാവ്, പശു, ആട് ഇങ്ങനെയൊക്കെ വളർത്തുന്നതിന് ധാരാളം ലോണൊക്കെ കൊടുക്കുന്നുണ്ട്. സ്ഥലമുള്ളവർ അത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള അവരൊക്കെ ഇതിലോട്ട് മുന്നോട്ട് വരിക. അതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. നമ്മൾ തന്നെ നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ പിന്നെ ആര് ചിന്തിക്കാനാണ്? എല്ലാം ഒരു കമേഴ്ഷ്യലൈസ്ഡ് ആയിരിക്കുന്ന ഇന്നത്തെ ലോകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാവർക്കും ഒരു പ്രചോദനമായ, ശരിക്കും പറഞ്ഞാൽ വി ചേച്ചിക്കും രാജൻ ചേട്ടനും എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. ഇന്നത്തെ ഈ പുതിയ തലമുറയിലോട് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഒരു അഭിപ്രായമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ നമ്മളെ തൊഴിൽ ഏതായിരുന്നാലും നമ്മൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ കൃഷിയെ കൂടെ സ്നേഹിക്കുകയും കൃഷി ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ചെടികളോട് ഈ കൃഷിയോട് നമ്മൾ അടുക്കും തോറും നമുക്ക് വീണ്ടും വീണ്ടും അത് നന്നായിട്ട് ചെയ്യണമെന്നുള്ള ഒരു ആവേശം ഉണ്ടാവുകയും വളരെയേറെ ലാഭകരമായിട്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. പുതിയ തലമുറയിലുള്ള കുട്ടികളും ആളുകളും എല്ലാം ഇതിലോട്ട് മുന്നോട്ട് വരണം. അണ്ണാറക്കണ്ണനും തന്നാലായത്. അവരവർക്കാകുന്ന പോലെ സ്വന്തമായി കൃഷി ചെയ്തുകൊണ്ട് പുതിയൊരു ഭക്ഷണ സംസ്കാരം തന്നെ നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയും. അതിലൂടെ മഹാരോഗങ്ങളെ അകറ്റാനും സാധിക്കും. ഈ ദമ്പതികൾ സമൂഹത്തിന് പകർന്നു നൽകുന്ന സന്ദേശം ചെറുതല്ല. നാട്ടുവരമ്പിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു കാർഷിക വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.